ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ മൂൺ ഇൻ അക്വേറിയസ് ആണ് 29-ാം തീയതി. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിൽ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്നാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നതിന് ഒന്നുകിൽ നമുക്ക് തംബ്നെയിലിൽ നൽകിയിട്ടുള്ള 3 ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 ഡക്കുകളിൽ ഫോക്കസ് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പം നിങ്ങൾ തംബ്നെയിൽ താഴത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഫുൾ മൂൺ ഇൻ അക്വേറിയസുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിൽ എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് ഗ്രൂപ്പ് 1ന്? ഞാൻ ആദ്യം കണ്ട നമ്പർ 111 ആണ് കേട്ടോ. 111 നിങ്ങൾ ആ നമ്പർ കാണുന്നുണ്ടായിരിക്കാം. ക്ലാരിഫൈ ദ 6 of cups. ഞാൻ കേട്ട മെസ്സേജും കാർഡിനും വളരെ ഒരു കണക്ഷൻ ഉണ്ട്. മേക്ക് പീസ് വിത്ത് ദ പാസ്റ്റ് എന്നാണ് ഞാൻ കേട്ടത്. കഴിഞ്ഞു പോയതിന് അതിനെ അംഗീകരിക്കുക. സംഭവിച്ചു പോയ കാര്യങ്ങൾ അംഗീകരിക്കുക. അത് നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത പോകും എന്നല്ലാതെ അതിൽ മാറ്റം വരാൻ പോണ്ടോ? ഇല്ല, അത് നടന്നുപോയി, അത് കഴിഞ്ഞു പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ നമുക്കിനി ചെയ്യാനായിട്ട് പറ്റൂ. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലെസൺസ്, ആ ലൈഫ് ലെസൺസ് വെച്ചിട്ടാണ് ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ്ഡ് ആയിരിക്കുന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ പാസ്റ്റ്, നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്തുന്ന ആ ഒരു പാസ്റ്റ് എന്താണോ അതിനെ ഒഴിവാക്കുക, നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകളയുക. ഓക്കെ, അതിലേക്ക് ചിന്ത പോകുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. ഞാൻ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചതുകൊണ്ട് അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ടൈം മെഷീൻ കണ്ടുപിടിക്കാത്തടത്തോളം നമുക്ക് അതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പിന്നോട്ട് പോയി മാറ്റങ്ങളൊന്നും വരുത്താൻ നമുക്ക് ഇപ്പോൾ പറ്റില്ല. ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. അതെന്താ വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നപ്പോൾ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അത് ഒഴിവാക്കാവുന്ന ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അന്നത്തെ നിങ്ങളുടെ വേർഷൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കൂ. അന്നത്തെ നിങ്ങളുടെ വേർഷൻ അവരെ കൊണ്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം തന്നെയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ സ്വയം പഴിചാരേണ്ട ആവശ്യമില്ല, മറ്റാരും പഴിചാരാൻ നിൽക്കും വേണ്ട. അതിനോട് ഒരു എന്താ പറയാ, ആ ഒരു സിറ്റുവേഷനെ സമാധാനത്തോടെ അംഗീകരിക്കുക, മുന്നോട്ട് പോവാം. നിങ്ങൾക്കിപ്പോ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അറിയാതിരിക്കുന്നതും നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നതിന്റെയും മെയിൻ റീസൺ, റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നതിന്റെ മെയിൻ റീസൺ ഈ പാസ്റ്റ് നിങ്ങളുമായി കണക്റ്റഡ് ആയി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മുന്നോട്ടുള്ള വഴി വളരെ ദുഷ്കരമായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസ് അവസാനിപ്പിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം വിട്ടുകളയേണ്ടത് ഈ പാസ്റ്റിനെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയം 333 333. Clarify the 9 of Wands. കണ്ടോ, അവസാനിപ്പിക്കാൻ പറയുന്നു. ഇനിയും എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടെ എനിക്കിവിടെ കാണാനുണ്ട്. എന്തിനാ വേദനിക്കുന്നത്? ഇനി അങ്ങനെ ഈ വേദനയിൽ തന്നെ ജീവിച്ചു പോകാനാണോ ഉദ്ദേശിക്കണേ? പുതിയൊരു തുടക്കം വേണ്ടേ? മാറ്റങ്ങൾ വേണ്ടേ? നല്ല മാറ്റങ്ങളൊക്കെ വേണ്ടേ? അത് വേണമെങ്കിൽ ഈ പഴയതിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് സ്വയം പഴിച്ച് മറ്റുള്ളവരെയും പഴിച്ച് ഇരുന്നു കഴിഞ്ഞാൽ ആ മാറ്റം ഉണ്ടാവോ? ഇല്ല. നിങ്ങൾ വേദനിക്കും, കൂടുതൽ വേദനിക്കും. ആ വേദനയിൽ ഇങ്ങനെ ജീവിച്ച് പോകണ്ട എന്നാണെങ്കിൽ ഈ പാസ്റ്റിനെ ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതിനെടുത്ത് കളയുക. നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഇനി ഇല്ല എന്ന് മനസ്സിലാക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ സിറ്റുവേഷനെ ഇനി ഭാവിയിൽ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അല്ലാതെ ഈ നടന്നു പോയതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ലൈഫിൽ ഇനിയും സന്തോഷങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് കാണുന്നത്. ഇനിയും സന്തോഷം ഉണ്ടാകും. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന
ആ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് നിങ്ങൾ ആ ഒരു സാമ്പത്തിക ഭദ്രത ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും വന്നു ചേരും. അതൊന്നും ഇനി വരില്ല അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട, അത് ഇനിയും വന്നു ചേരും. ഓക്കെ, കണ്ടോ? അതിനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. പക്ഷെ അതിനു മുന്നേ ഈ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട് ഈ പറയുന്ന സന്തോഷവും, എന്താ പറയാ, ആനന്ദവും, പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി, സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സുരക്ഷിതത്വം, സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക അഭിവൃദ്ധി, ഓക്കെ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയർ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ്, ഇതൊക്കെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. അത് ആർക്കും എടുത്ത് കളയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ മാത്രമല്ല, നിങ്ങൾ ഈ കടന്നു വന്ന വഴി അത്ര സുഖകരമല്ലാത്തൊരു വഴിയാണ് അല്ലേ? അതിലൂടെ നിങ്ങൾ കടന്നു വരേണ്ടി വന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ. അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത, ലെസൺസ് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ് സഹിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് ഈ ഒരു കാര്യത്തിന് ശേഷം, ഈ പാസ്റ്റിൽ നടന്ന സംഭവത്തിന് ശേഷം നിങ്ങളുടെ ലൈഫ് അത്ര സുഖകരമായിരുന്നില്ല. നിങ്ങൾ അതൊക്കെ പക്ഷെ കടന്നു വന്ന് ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നുണ്ട് ഇല്ലേ? അതിനുള്ള റിവാർഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും. കാരണം നിങ്ങൾ അവിടെ സ്വയം നഷ്ടപ്പെടുത്തിയില്ല. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ആ ഒരു ലൈഫിനെ ഉപേക്ഷിച്ചിട്ടുമില്ല പൂർണ്ണമായിട്ടും. ശരിയാണ്, ഈ പാസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് നീറുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് മനസ്സിലാവാതെ വരുമ്പോൾ നിങ്ങൾ റെസ്റ്റ്ലെസ് ആകുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും എവിടേക്കോ ഒരു പ്രതീക്ഷയുണ്ട് ലൈഫിൽ മാറ്റം വരും എന്നുള്ളത്. അതിനത്ര ശക്തിയില്ലെങ്കിൽ ആ പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾക്ക് ആ ഒരു നിരാശയും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തെ കൈവിടാതെ, പ്രതീക്ഷ കൈവിടാതെ വരുന്നതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും, ഡെഫിനറ്റ്ലി ലഭിക്കും. പക്ഷെ അതിനെ നിങ്ങളൊരു അവസരം കൊടുക്കുക. അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഈ പാസ്റ്റ് എനർജിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളഞ്ഞിട്ടാണ്. നോക്കുക എങ്ങനെ, എന്ത് കണക്റ്റഡ് ആയിട്ടാണ് കാഴ്ച വരുന്നതെന്ന്. ആ അവസരം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുക. റിമെമ്പർ, യു ആർ ദ എംപറസ്. നിങ്ങളൊരു എംപറസ് ആണ്. നിങ്ങളുടെ ഉള്ളത് ആ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. ആ എംപറസിനെ എങ്ങനെ, എന്താ പറയാ, ആ എംപ്രസ് എനർജിയിലേക്ക് നിങ്ങൾ ചെന്ന് ചേരേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, പ്രൊട്ടക്ട് യുവർ സെൽഫ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അതിനായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. ബാക്കിയെല്ലാം യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക. ഓക്കെ, അതിനാദ്യം ഇപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അപ്പൊ അതിനെ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവുക. ആ റിയാലിറ്റി, അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക, അത് വിട്ടുകളയാം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, എനിക്ക് ഇതിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിലേക്ക് മുന്നോട്ട് പോകും, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം ഞാൻ കൊണ്ടുവരും എന്ന ആ ഒരു മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. അതിനുവേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, എന്ത് സ്വപ്നം കാണുന്നു, എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. മുന്നത്തെ അനുഭവത്തിൽ നിന്ന് നിങ്ങളൊരു പക്ഷെ പഠിച്ചിട്ടുള്ള പാഠം അതായിരിക്കും. മുന്നത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സമയം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒക്കെ അനന്തരഫലമായിരിക്കും അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതും, നിങ്ങൾക്ക് അതിൽ നിന്ന് വേദന ഉണ്ടാകുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ പ്രൊട്ടക്ട് യുവർ എനർജി, പ്രൊട്ടക്ട് യുവർ ഡ്രീംസ്. ഓക്കെ, ആൻഡ് ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. എംപ്രസിനെ പോലെ വരുന്ന മാറ്റങ്ങളെ രണ്ട് കൈ നീട്ടി മനസ്സമാധാനത്തോടെ സ്വീകരിക്കുക. എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ്, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ഫുൾ മൂൺ അക്വേറിയസുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2-ന് എന്ത് മെസ്സേജ് ആണ് യൂണിവേഴ്സ് നൽകാനുള്ളത്? നിങ്ങളോട് ആദ്യം തന്നെ ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പഠിക്കാൻ പറയുന്നു. നോ പറഞ്ഞ് ശീലിക്കാൻ പറയുന്നു. അതായത് എന്തിനും നോ പറയല്ല. നിങ്ങളുടെ മനസാക്ഷിക്ക് ചേരാത്തത്, നിങ്ങളുടെ ആ ഒരു റൂൾസിനും പ്രിൻസിപ്പിൾസിനും അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, ഓക്കെ, അതിനോട് നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്തതിനോട് നിങ്ങൾ നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. അത് നിങ്ങൾ ശീലിക്കണം. ഡയറക്റ്റ്, ഓപ്പൺ, ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ശീലിക്കാൻ പറയുന്നു. അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ ഒരു ത്വര അത് മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. ബി യുവർ സെൽഫ്. ഈ ഒരു മൊമെന്റിലായിരിക്കുക. ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. നോ പറയേണ്ടവർക്ക് നോ പറയുക.
ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുക. യൂണിവേഴ്സ് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ, യൂണിവേഴ്സ് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ആരെയും പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ മറ്റൊരാളാവേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. മാത്രമല്ല അതിനോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ലക്ഷ്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുക. കഴിഞ്ഞു പോയ ഒന്നിലല്ല നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ഇനി നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. ആ ശ്രദ്ധ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അതിനുവേണ്ടി പരിശ്രമിക്കാം. അതിനോടൊപ്പം ആരോഗ്യത്തിനെ സംരക്ഷിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്കായി സമയം കണ്ടെത്തുക. ഓക്കെ. അതുപോലെ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അത്രയും നാൾ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, പക്ഷെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നു. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ പ്രിൻസിപ്പിൾസിനും റൂൾസിനും അഗെയിൻസ്റ്റ് അല്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ചമ്മലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചിലപ്പോൾ നന്നായി പാടുന്ന ഒരാളായിരിക്കും, പക്ഷെ സ്റ്റേജിലൊന്നും കയറി പാടാനുള്ള ആ ഒരു ധൈര്യം ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുമ്പോൾ ടേക്ക് ഇറ്റ്. ഓക്കെ. അത് ചെയ്യുക. അത് ആൾക്കാരെ എന്ത് പറയുന്നു നോക്കണ്ട. നിങ്ങളവിടെ നിങ്ങളെ തന്നെ പുഷ് ചെയ്യാണ്. നിങ്ങൾക്ക് ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചൂസ് ചെയ്യാണ്. ഓക്കെ. അത് വേണം. അതിലൂടെ ഗ്രോത്ത് നിങ്ങൾ അച്ചീവ് ചെയ്യും എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ദ വെരി എൻഡ് ഓഫ് ഇറ്റ്. ആ ചാലഞ്ചസ് അവസാനിക്കുന്ന സമയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ച് ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പാതി വഴി ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം ഇതെന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരുന്നത്. അതൊരു വലിയ വിജയമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ ലൈഫിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാകും നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ. അതിലൊരു ഹ്യൂജ് സക്സസ് ഉണ്ട് എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളെ ലൈം ലൈറ്റിൽ നിർത്താവുന്ന, നിങ്ങളെ ഒരു സെന്റർ ഓഫ് അറ്റൻഷൻ ആക്കാവുന്ന തരത്തിലുള്ള ഒരു വിജയം, ഒരു നേട്ടം അതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട് എന്ന് കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വിട്ടുകളയാൻ പാടില്ല. ഇതൊരു വലിയ സ്വപ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ചാലഞ്ചസും ഫേസ് ചെയ്തിട്ടുണ്ട്. അത് വിട്ടുകളയാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം വൈകാതെ ഈ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കണ്ടിന്യൂ വിത്ത് യുവർ മാനിഫെസ്റ്റേഷൻ. ഓക്കെ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വിട്ടുകളയാൻ പാടില്ല. നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് സ്പെസിഫിക്കലി വിട്ടുകളയാൻ പാടില്ല. അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, അതിനായിട്ട് വർക്ക് ചെയ്യുക. എന്താ പറയുക, ആ ഒരു ജേർണിയിലായിരിക്കാം. ഓരോ ചാലഞ്ചസും ഓരോ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിലൂടെ നിങ്ങൾ ഒരു പുതിയ പാഠങ്ങളാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടക്കാൻ സാധിക്കും. ഓക്കെ. അല്ലാതെ ഞാനൊരു കാര്യത്തിനായിട്ട് ശ്രമിക്കും, എന്തിനാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ തടസ്സം ഉണ്ടാവുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം സുഖകരമായിട്ട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനത്തെ ചിന്തകൾ വേണ്ട. ആ ചിന്തകൾ നല്ലതല്ല. അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാവുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി യു ആർ ബ്ലെയിമിങ് അല്ലെങ്കിൽ യു ആർ വിക്ടിമൈസിങ് യുവർ സെൽഫ്. നിങ്ങളൊരു വിക്ടിമായിട്ട് കാണാണ്. അത് വേണ്ട. ഇത് എൻ്റെ നല്ലതിനാണ്. ഈ ഒരു സിറ്റുവേഷൻ കടക്കുമ്പോൾ ഞാൻ അതിലൂടെ വാല്യുബിൾ ആയ ലെസൺസ് പഠിക്കുന്നു. ഈ ലെസൺ എൻ്റെ ഫ്യൂച്ചറിലേക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് എത്തിച്ചിരിക്കുന്നത്. ഇത് കടന്നു പോകാനുള്ള അതിനു വേണ്ടുന്ന സൊല്യൂഷൻ കണ്ടെത്താനുള്ള ബുദ്ധിയും സാമർഥ്യവും എനിക്കുണ്ട്. ഈ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ബോധ്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാം. അങ്ങനെ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ഇതുപോലെ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടാകുന്നു. മാത്രമല്ല നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ റിയാലിറ്റിയായി മാറുന്നുണ്ട്. ഓക്കെ. ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ലെവലിലാണ് അത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. ഇൻ ദ സെൻസ് ആ ഒരു വിഷ് നിങ്ങളുടെ ഫുൾഫിൽ ആകുന്നതോടുകൂടെ, ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളിലും കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നോക്കാം. ഫുൾമൂൺ ഇൻ അക്വേറിയസുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിനായി നൽകാനുള്ളത്? നിങ്ങൾ വിട്ടുകളയേണ്ട എനർജി ഉണ്ട്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എനർജി ഉണ്ട്.
ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായി പോവുകയുള്ളൂ. ഓക്കെ, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം, അപ്പോഴേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേബിൾ സെക്യൂർ കണക്ഷൻ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ആ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ആ ഒരു ഫൈനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ എന്താ പറയാ, അതിനാദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം വേണം. നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അത് ചിലപ്പോൾ ശീലങ്ങളായിരിക്കാം, കഴിഞ്ഞു പോയ ഏതെങ്കിലും കാര്യങ്ങളുടെ മെമ്മറീസ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ ആ എനർജി നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറായിരിക്കണം. Clarify the Hierophant. നിങ്ങൾ ആ പാസ്റ്റ് എനർജീനെ വിട്ട് കളഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയമാണ് 1555 ഹ്യൂജ് ചേഞ്ച്. അപ്പോൾ ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ, ഫുൾ മൂൺ ടൈം ആണല്ലേ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്ന ഒരു ടൈം തന്നെയാണ് ഈ റിലീസിങ്ങിന്. അത് ആ സമയത്താണ് ഈ ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത്. ബ്രേക്ക് ത്രൂയിലൂടെ നിങ്ങളിപ്പോൾ തളർത്തി കളയുന്ന, നിങ്ങളെ ഇപ്പോൾ തളച്ചിടുന്ന എന്തൊക്കെ ഊർജങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളിലുമുണ്ടോ അതിനെയൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ബ്രേക്ക് ത്രൂയിലൂടെ അതൊക്കെ റിലീസായി പോവുകയും ചെയ്യും, നിങ്ങൾ ഫ്രീ ആവും എന്ന് കാണുന്നു. ആൻഡ് ഈ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് അത് ലോങ് ടേമിലേക്കുള്ളതാണ്. അതൊരു ചെറിയ കുറച്ച് നാളത്തേക്കുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ല, ഇത് ലോങ് ടേമിലേക്കുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ്. നിങ്ങളോട് കുറേ കൂടെ ലൈഫ് ഓർഗനൈസ്ഡ് ആക്കാൻ പറയുന്നുണ്ട്. എക്സസൈസ് ചെയ്യാൻ പറയുന്നു. ബോഡി മൂവ്മെന്റ്സ് അത്യാവശ്യമാണ്, എക്സസൈസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ റുട്ടീൻ, ഒരു എന്താ പറയണ്ടേ, ഹെൽത്തി റുട്ടീൻ ലൈഫിൽ ഉണ്ടാവണം. കുറേ കൂടെ ലൈഫ് ഓർഗനൈസ്ഡ് ആവണം എന്ന് പറയുന്നു. നഷ്ടങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരിക്കാതെ, ഈ പറഞ്ഞ പോലെ വിക്ടിം മൈൻഡ് സെറ്റിലായിരിക്കാതെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. യു ഹാവ് ചോയ്സ്. നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് വരേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം. അതിനിയും ചെയ്യാതിരിക്കുന്നതിന്റെ പിന്നിലത്തെ റീസൺ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനിയും അതുപോലെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ വളരെ സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോവോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ സ്ട്രോങ് ആണ്. എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയി കാണുന്നു. ഇതൊക്കെ നിങ്ങളുടെ ചിന്തകളാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം അതിലെ ശ്രദ്ധ കൊടുക്കണോ അതിനെ ശ്രദ്ധ കൊടുക്കാതിരിക്കണോ എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള ചിന്തകളും വിശ്വാസങ്ങളും നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുന്നതാണ് എപ്പോഴും ഉത്തമമായിരിക്കുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താ, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ റുട്ടീൻ ഉണ്ടാക്കുക. ആ റുട്ടീൻ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റീവ് ആയിരിക്കുക. നിങ്ങൾ ഓരോ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഡിസൈഡ് ചെയ്ത് വെക്കുക, അത് കൃത്യമായിട്ട് ചെയ്യുക. അത് ഗ്രാജുവലി നിങ്ങൾ അതിനെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രാജുവലി ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ്, ഓക്കെ, നെഗറ്റീവ് ബിലീഫ്സ്, ഫിയേഴ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവും. നിങ്ങളുടെ മനസ്സ് കുറേ കൂടെ സ്വസ്ഥവും സമാധാനം നിറഞ്ഞ ഒരു സമയവും. ഓക്കെ, കണ്ടു. അതിലൂടെ നിങ്ങൾക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന പുതിയ തുടക്കങ്ങളെയും പുതിയ ഊർജങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഇനി റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ ലോങ് ടേം കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ആ പാർട്ട്ണർ, ഓക്കെ, അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട്, ആ ഒരു പെർമനന്റ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളിലുള്ള പേടികളായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കാം, നിങ്ങളത് കളയേണ്ടതുണ്ട്. അത് കളഞ്ഞ് ഈ പറഞ്ഞ പോലെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാം. അപ്പം നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്ണറെ കണ്ടുമുട്ടുമ്പോൾ, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറെ കണ്ടുമുട്ടുമ്പോൾ ആ മൊമെന്റിൽ ഇപ്പോൾ ഉള്ള നിങ്ങളിൽ നിന്ന് എന്തൊക്കെ മാറ്റം ആ മൊമെന്റിൽ നിൽക്കുന്ന നിങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളത് ഇപ്പോഴേ ചിന്തിക്കുക. അതിനൊരു മാറ്റം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക. വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ പരിശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ, അതിനുവേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കൂ. പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഔട്ട്കം കിട്ടുമ്പോഴുള്ള നിങ്ങളുടെ വേർഷൻ എന്താണോ ആ വേർഷനിലേക്ക് എത്താൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ആ ഔട്ട്കം നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറും. ഓക്കെ, അപ്പൊ എല്ലാം ഒരു ചോയ്സ് ആണ്. നിങ്ങളാണ് അവിടെ ചൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, ലൈഫിൽ ഒരു ഹെൽത്തി റൂട്ടീൻ കൊണ്ടുവരണോ വേണ്ടയോ,
ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലേക്ക് ശ്രദ്ധ കൊടുക്കണോ വേണ്ട, ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അവിടെ എല്ലാം നിങ്ങൾക്ക് ഹയസ്റ്റ് ഗുഡിനെ ഫേവറബിൾ ആയിട്ടുള്ള ചോയ്സസ്, തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്ന പുതിയ എനർജീസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെയും, ഓക്കെ, ആ ഒരു ഹെൽത്തി റിലേഷൻ, സ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ ഹെൽത്തി റിലേഷനും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ ഭയപ്പെട്ടോ ടെൻഷൻ അടിച്ചോ ഒന്നിരിക്കാതെ, പാസ്റ്റിലും ഫോക്കസ് ചെയ്തിരിക്കാതെ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. മനസ്സിലായില്ലേ? അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം കാണണമെങ്കിൽ നിങ്ങളിൽ നിന്നാണ് തുടങ്ങുക. നിങ്ങളിൽ നിന്നാണ് തുടങ്ങുക. നിങ്ങൾ ആണ്, നിങ്ങളുടെ ജീവിതത്തിലാണ് ആദ്യം മാറ്റം വരേണ്ടത്. നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളുണ്ട്, അത് കൊണ്ടുവരിക. അപ്പോഴാണ് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് പരിശ്രമിക്കും. ഒരു വേണമെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അതൊന്ന് ചെയ്തു നോക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാറ്റങ്ങൾ. ഓക്കെ, നമ്മൾ എന്ത് എനർജിയാണ് പുറത്തേക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് റിസീവ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഓർത്തുകൊണ്ട് വേണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ ആക്ഷൻസ് എടുക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതും എന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.